ഹലോ, വെൽക്കം ടു റിട്ടേൺ ഓഫ് ദ മാൻഹ്വാസ് അറ്റ് മാൻവ. ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ബാക്ക് ഡിസിപ്പിൾസിനെയാണ്. നമ്മളിനി എന്ത് ചെയ്യും? നമ്മൾ എത്രയൊക്കെ ചെയ്തിട്ടും അവൻ്റെ അടുത്ത് നിന്ന് ഒരു റിയാക്ഷനും ഇല്ലല്ലോ. അവനെതിരായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെയാണോ? ഇത് ഞാൻ പ്രതീക്ഷിച്ചേക്കാളും വ്യത്യസ്തമാണ്. ഞാൻ ഓർത്തു ഈ ചെറിയ പ്രൊവോക്കേഷനിലൂടെ അവൻ വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന്. അതുവഴി അവനെ അടക്കി നിർത്താമെന്ന് ഞാൻ ഓർത്തു. പക്ഷേ അതിശയകരമായിട്ട് അവൻ നല്ലപോലെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ അവർക്ക് അത്ര പ്രഷറൊന്നും കൊടുക്കുന്നില്ലേ? അപ്പോൾ അടിപൊളി. ഇനി ഇതിനും മേളിൽ ഇനിയും ചെയ്യാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കായിരിക്കും പ്രശ്നം. അപ്പോൾ ബാക്കിയുള്ള ഡിസിപ്പിൾസ് എങ്ങനെയുണ്ട്? അവരാ വിയർഡ് ട്രെയിനിങ് ചെയ്യുന്നതല്ലാതെ വേറൊന്നും ഇല്ല. സീനിയർ ബ്രദർ, നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് നമുക്ക് പ്രശ്നം തരും. പിന്നെ ഈ മൗണ്ട് ഫാന് സ്വാധീനിച്ച് കോൺഫറൻസ് അടുത്ത് വരികയും ചെയ്യുകയാണ്. നമുക്ക് അതിനു വേണ്ടി തയ്യാറാകണം. എനിക്കതെല്ലാം അറിയാം. നമുക്കിനി അടുത്ത സ്റ്റേജിലേക്ക് പോകാം. അപ്പം നിനക്കറിയത്തില്ലേ, ആ തേർഡ് ക്ലാസ് ഡിസിപ്പിൾസ് അത്യാവശ്യം നല്ല ആൾക്കാരാണ്. അത് ശരിയാണ്. നമ്മൾ പോകുന്നതിന് മുമ്പ് അവർ കൈൻഡും നെയ്വും ആയിരുന്നു. പക്ഷേ നമ്മൾ പോയിട്ട് വന്ന ശേഷം അവർ ഒരുപാട് ചേഞ്ച് ചെയ്തു ഈ ഒരു വർഷത്തിൽ. പിന്നെ നിനക്കറിയത്തില്ലേ, ഒരാൾ ചേഞ്ച് ചെയ്യാൻ കാരണം അവൻ്റെ കൂടെയുള്ളവരാണെന്നോ? അപ്പം ആ തേർഡ് ക്ലാസ് പ്രിൻസിപ്പൽസിനെ മൊത്തമായിട്ട് പണിഷ് ചെയ്യണ്ട. കാരണം ആ പ്രോബ്ലം എന്ന് പറയുന്നത് ആ ച്യൂമിങ് മാത്രമാണ്. അപ്പം എന്താണ് പ്ലാൻ സീനിയർ? ച്യൂമിങ് എൻ്റെ ഡിയർ ജൂനിയറാണ്. അപ്പോൾ ഞാൻ അവനെ ടേക്ക് കെയർ ചെയ്യണം. അവൻ കുറച്ച് ലിറ്റിൽ അറഗൻ്റ് ആണ്. പക്ഷേ അവന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ സീനിയർ എന്താണ് ചെയ്യേണ്ടത്? എനിക്കിങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് വേറെ ചോയ്സും ഇല്ല. അവർക്ക് നിങ്ങളുടെ നല്ല ഇൻറ്റൻഷൻസ് ഒന്ന് മാറി മനസ്സിലാവും സീനിയർ. അതെ, അത് ശരിയാണ്. ആ, എന്തായാലും അവർ ഈ കുറച്ച് സമയം കുറച്ച് സഫറിങ്ങിലൂടെ പോകണം. അടുത്തത് കാണിക്കുന്നത് രാത്രിയിലാണ്. അവിടെ നമ്മുടെ എംസി ആണെങ്കിൽ വാതിൽ തുറന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുന്നു. ആരും ഇല്ലല്ലോ ഇവിടെ. എന്നിട്ട് എംസി ഒച്ച ഉണ്ടാക്കാതെ പതിയെ ഞാൻ എന്തായാലും ആ സ്ഥലത്തേക്ക് പോകുന്നില്ല. എന്തായാലും 2 പ്രാവശ്യം കണ്ടുപിടിച്ചു. എന്തായാലും ഇത് 3ാമത്തെ പ്രാവശ്യം കണ്ടുപിടിക്കത്തില്ല. ആ, എന്തായാലും ഒരു ചെറിയ കുട്ടി കാരണം ഈ ട്രബിളിലൂടെ എല്ലാം ഞാൻ പോണം. പിന്നെ വേറൊരുത്തൻ കാരണം എ എനിക്ക് ഈ സിറ്റുവേഷൻ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. പക്ഷേ അപ്പോൾ നമ്മുടെ യോൺ ജോൺ ആണെങ്കിൽ എംസി അടുത്ത് ചോദിച്ചതൊക്കെ ഓർക്കുവാണ്. ഇത് വിയർഡാണ്. കുറച്ച് നാളായിട്ട് യോൺ ജോൺ എൻ്റെ സീനിയറുമായിട്ട് കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. അവരുടെ അപ്പിയറൻസ് പോരാതെ അവൻ്റെ റിയാക്ഷൻസ് എല്ലാം ഒരുപോലെയാണ്. എന്നിട്ട് എംസി നടന്നുകൊണ്ട് പറയുകയാണ്, ആ കോൺഫറൻസ് വരെ തീരുന്നത് വരെ ഞാൻ ഇത് സഹിക്കും. എനിക്ക് ആ സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിൻസിനെ എല്ലാം തല്ലാൻ തോന്നുന്നുണ്ട്. പക്ഷേ അതിന് ഉപരിയായിട്ട് സതേണിറ്റ്സിറ്റുകാരെയാണ് എനിക്ക് കൂടുതൽ തല്ലാൻ തോന്നുന്നത്. അന്നൊരു സ്ഥലത്ത് എംസി എത്തി. ആ, ഇത് കുഴപ്പമില്ലായിരിക്കും. എന്നിട്ട് വാള് വരുന്നു. പെട്ടെന്ന് അവിടെ ആരോ നിൽക്കുന്ന പോലെ എംസിക്കോ നോക്കിയപ്പോൾ ആരുമില്ല. ഇവിടെ വേറെ ആരും ഇല്ലായിരിക്കുമല്ലേ? ശരിയല്ലേ? അല്ലേ? എനിക്ക് എൻ്റെ ഗാർഡ് ഡൗൺ ചെയ്യുമ്പോൾ സീനിയർ ആണോ അല്ലെങ്കിലോ അവൾ എന്നെ എൻ്റെ പുറകെ എല്ലാം എപ്പോഴും നടക്കുവാണ്. തേർഡ് ക്ലാസ് ഡിസിപ്ലിൻ്റെ ഒപ്പമാണെങ്കിൽ അത് കുറവാണ്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ അവൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കണം തോന്നുന്നു ശല്യപ്പെടുത്തും. അവളുടെ പ്രസൻസ് അറിയാമായിരുന്നെങ്കിൽ എനിക്ക് ഓടിയായിരുന്നു. പക്ഷേ സ്ട്രേഞ്ച് ആയിട്ട് ഇതത്ര ഈസി അല്ല. ഇനി അവളെങ്ങാനും വല്ല ഗോസ്റ്റ് എങ്ങാനുമാണോ? ഒരിക്കലുമില്ല. എൻ്റെ 80 ഇയേഴ്സ് ഓഫ് ലൈഫിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല അതിനൊന്നും. ഇതുപോലത്തെയൊക്കെ ആൾക്കാർ മുൻപും ഉണ്ടായിരുന്നു. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ അവളുടെ പ്രസൻസ് കുറച്ചുകൂടെ വീക്കാണ്. എന്നിട്ട് എംസി പെട്ടെന്ന് വാളിലേക്ക് നോക്കിയപ്പം അവിടെ ച്യൂമിയും എംസി ഒന്ന് ഞെട്ടിയിട്ട് ഒറ്റ കാർച്ച. പുറകിലാണെങ്കിൽ നമ്മുടെ സീനിയർ യു. എന്നിട്ട് എംസിയാണ് ദേഷ്യത്തോടെയാണ് യുവിൻ്റെ അടുത്ത് പറയുക, സീരിയസ് ആയിട്ട് നിന്റെ പ്രസൻസ് കുറച്ചെങ്കിലും അറിയിക്കുക നീ സംസാരിക്കുന്നതിന് മുമ്പ്. നീ എന്നെ പേടിപ്പിച്ച് കൊന്നേനെ. യുവന് കാര്യമൊന്നും മനസ്സിലാവാതെ, ഞാൻ നിന്റെ സീനിയറാ, നീ എൻ്റെ ജൂനിയറും. അതിന് നീ എന്നെ കുറച്ചുകൂടെ റെസ്പെക്റ്റ് ചെയ്യണം. പിന്നെ ഇപ്പം ചെയ്യും പ്രേതപ്പെണ്ണ്. എന്താ വേണ്ടേ? എന്നെ എന്തിനാ എപ്പോഴും ഫോളോ ചെയ്യുന്നത്? ഇങ്ങനെയാണോ നീ സംസാരിക്കേണ്ടത്? എംസിയാണ് ദേഷ്യം വന്നിട്ടാണെങ്കിൽ പോലും നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് പറയാമോ? ഇതിപ്പോൾ എൻ്റെ സീനിയർ കണ്ടായിരുന്നെങ്കിൽ അയാൾ അവിടെ കിടന്ന് ചിരിച്ചേനെ. ഒരു ചെറിയ കുട്ടി എന്നോട് ഫോർമലായിട്ട് സംസാരിക്കാൻ പറയുന്നു. എംസി ശാന്തനായിട്ട് അവളിപ്പോൾ സുന്ദരിയാന്ന് ഓർത്തന്നെ അവൾ എന്നെ ആലോചിക്കുന്നത് ആർക്കും ഒരു പിടിയില്ല. അപ്പോൾ ആ സീനിയർ ആ സോ ടെക്നിക്ക് എന്ത്? ആ പ്ലം ബ്ലൂം ചെയ്യുന്ന സോ ടെക്നിക്ക് എവിടെ? എംസി ഒന്ന് പറയാൻ മടിച്ചിട്ട് എന്ത് പ്ലം ബ്ലൂം ചെയ്യുന്ന? നീ എന്താ പറയുന്നത് എനിക്കറിയില്ല. നീ ചിലപ്പോൾ കണ്ടത് തെറ്റിപ്പിക്കണം. നീ സമയം കളയാതെ. അപ്പോൾ സീനിയർ എന്നെ പഠിപ്പിക്കും. എംസി ഒന്ന് സൈലൻ്റ് ആയിട്ട് എന്ത്? നീ എന്താ പറഞ്ഞേ? എന്നെ ആ സോ ടെക്നിക്ക് പഠിപ്പിക്കും. ആ പ്ലം ബ്ലൂം ചെയ്യുന്ന സോ ടെക്നിക്ക്. ഇവളെന്നെ ഫോളോ ചെയ്ത് ഇതുകൊണ്ടായിരുന്നോ? ഞാനോർത്തു ഇതെവിടുന്നാ പഠിച്ചേ? ഞാൻ വേറെ എന്തെങ്കിലും സോഴ്സറി വല്ലതും പഠിച്ചോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയായിരിക്കും. എംസി അപ്പോഴും സമ്മതിക്കാതെ നീ എന്താ പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ സീനയ്യോ പറയോ, ഞാൻ എൻ്റെ സീനിയറിൻ്റെ അടുത്ത് പറയും, ആ എന്നാ പറ, നീ പറയുന്ന അവർ വിശ്വസിക്കാമെന്നറിയാതെ. എന്നാ ഞാൻ സെറ്റ് ലീഡറിൻ്റെ അടുത്തും പറയും, അതെ അതെ അതെ, നിനക്ക് ഇഷ്ടമുള്ള ഏതോ.
നിനക്ക് തോന്നുന്നുണ്ടോ ആരേലും പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന്? നിനക്ക് തോന്നുന്നുണ്ടോ ആരേലും നീ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന്? ആദ്യമായിട്ട് ചേർന്ന ഒരു ഡിസിപ്ലിന് ആകാശം മൊത്തം ഫില്ല് ചെയ്യാൻ പറ്റുന്ന പ്ലം ബ്ലോസം ടെക്നിക്ക് അറിയാമെന്ന്. പിന്നെ നീ പറഞ്ഞില്ലേ നീ എൻ്റെ സീനിയറാന്ന്. പിന്നെ ഞാൻ നിൻ്റെ ജൂനിയറും. അപ്പം ജൂനിയറായി എനിക്ക് നിന്നെ എന്നാ ടീച്ച് ചെയ്യാൻ വേണ്ടിയാ? ഞാനല്ലേ നിൻ്റെ അടുത്തുനിന്ന് പഠിക്കേണ്ടത്. ഓ അത് വർക്ക് ചെയ്തോ? പഠിക്കുന്ന കാര്യത്തിൽ അവിടെ വേറൊരു ഹൈറാർക്കി ഇല്ല. ആ പറഞ്ഞിട്ട് കാര്യം എംസി. എന്നിട്ടും വീണ്ടും പറയാം, നീ എന്താ കണ്ടേന്ന് എനിക്കറിയില്ല. നീ ചിലപ്പോൾ സ്വപ്നം കണ്ടതായിരിക്കും അതൊക്കെ. നീ എന്നെ ഒന്ന് വെറുതെ വിട്. എനിക്കറിയാം ഞാൻ എന്താ കണ്ടതെന്ന്. കാരണം ഞാൻ ഇതിനു മുമ്പ് അത് കണ്ടിട്ടുണ്ട്. എന്ത്? ആ സോ ടെക്നിക്ക്. പ്ലം ബ്ലോസം സോ ടെക്നിക്ക്. മോൺഹുയിലെ തന്നെ ഏറ്റവും ചുരുക്കമായ സോ ടെക്നിക്ക്. മോൺഹുയിലെ തന്നെ ഏറ്റവും ചുരുക്കമായ സോ ടെക്നിക്ക്. അത് വെറും പ്ലം ബ്ലോംസിനെ കാണിക്കുമല്ല, ആ പ്ലംസിനെ ബ്ലൂം ചെയ്യുന്ന കാണിക്കുവാണ്. ഇത് സാധാരണ ബുക്കിലൂടെ ഒന്നും പാസ് ചെയ്യല്ല. ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്നാണ് പാസ് ചെയ്യുന്നത്. അത് പഠിക്കണമെങ്കിൽ നിങ്ങൾ മിക്കവാറും ഒരു എൽഡറിൻ്റെ ഇങ്ങനെ ഡിസിപ്പിൾ ആവണം. പക്ഷേ ഇതറിയാവുന്ന ആ എൽഡേഴ്സ് എല്ലാം ആ യുദ്ധത്തിൽ മരിച്ചു. ഞങ്ങളെല്ലാം മരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആരുടെയടുത്തും ഈ സോഫ്റ്റ്വെയറിനെ പാസ് ചെയ്തില്ല. പക്ഷേ ഇവള് പറയുന്നു ഇവള് ആർട്ട് കണ്ടിട്ടുണ്ടെന്ന്. അതിനർത്ഥം എംസി നല്ലപോലെ ദേഷ്യത്തില്. നീ നിനക്ക് എന്താണ് സാദേ നൈറ്റ് സെറ്റുമായിട്ട് ബന്ധമുള്ളത്? ഇതൊക്കെ കേട്ടിട്ട് കാര്യം മനസ്സിലായ സീനറിയോ? സാദേ നൈറ്റ് സെറ്റോ? എംസി അപ്പം തന്നെ വാള് ഡ്രോ ചെയ്യാൻ തുടങ്ങി. നീ എന്തിനാണ് അവരെക്കുറിച്ച് പറയുന്നത്? അവള് അവൾ അഭിനയിക്കുകയാണോ? എംസി എൻ്റെ സീനിയർ യുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട്. അവളെപ്പോഴും ഡള്ളായിട്ട് ഒരാൾക്ക് ഇതുപോലെ ആക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ അത് സദന സെറ്റുകാർക്ക് ഇതുപോലെയൊന്നും പ്ലം ബ്ലൂം ചെയ്യാനും പറ്റില്ല. കാരണം ഇത് യൂസ് ചെയ്യണമെങ്കിൽ മൗണ്ട്വയുടെ ഇൻറ്റേർണൽ എനർജി തന്നെ വേണം. പിന്നെ നീ എന്താണ് പറഞ്ഞത് നീ ഇത് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു? എവിടെയാ കണ്ടത്? അപ്പയോ ഞാനിത് ഞാനിത് കണ്ടത് കുറേ വർഷം മുമ്പാണ്. കുറേ നാൾക്ക് മുമ്പോ? ഇപ്പം എന്നെ പഠിപ്പിക്കുക തുടങ്ങി. നീ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. അയ്യോ ശരിക്കും? ഓ അവളെ ഞാൻ കൺവിൻസ് ചെയ്തോ? അവള് തിരിച്ചു പോവാണോ? ഇപ്പൊ തന്നെ സീനിയറാണ് വാളോട്ട്. അങ്ങനെയാണ് എനിക്ക് വേറെ ചോയ്സ് ഇല്ല. ഏയ് വെയിറ്റ്, നിന്റെ വാളെന്താ നീ ഡ്രോ ചെയ്തേ? നീ അപ്പോൾ ഉറപ്പായിട്ടും എന്നെ പഠിപ്പിക്കാൻ പോകുന്നില്ലല്ലേ? ഏ എന്ത് ചെയ്യാൻ പോവാ? നിന്റെ വാള് നീ ഓടിയത്? അത് ശരിയാണ്. ഒരു സീനിയർ എന്ന നിലയിൽ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കാൻ പോവാ. എന്നിട്ട് എൻസിനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവുന്നു. ആ ഇപ്പം മനസ്സിലായി. സെക്കൻഡ് ക്ലാസ് ഡിസിപ്പിൾസ് ഒന്നും അവളുടെ അടുത്തേക്ക് പോകാത്ത. ദേ ഞാൻ വരുന്നു. പെട്ടെന്ന് യു ആണ് എംസിനെ അറ്റാക്ക് ചെയ്യുന്നു. അത് എംസി ഡോഗ് ചെയ്യുന്നു. യു ആണ് വീണ്ടും ഏറി നിന്നുകൊണ്ട് തന്നെ എംസിനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ എംസി ആണ് കഷ്ടപ്പെട്ടാണെങ്കിൽ അതൊന്ന് ഡോഗ് ചെയ്യുന്നു. അവൾ എന്നെ കൊല്ലാൻ വേണ്ടി തന്നെ തീരുമാനിക്കുമായിരുന്നു ആ മൂവിൽ. വെയിറ്റ്, നീ എന്തിനാണ് നിന്റെ ജൂനിയറിൻ്റെ അടുത്ത് ഒരു റിയൽ സോർഡുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്? കാരണം നീ എന്നേക്കാളും സ്ട്രോങ് ആയതുകൊണ്ട്. എന്നിട്ട് വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ ഈ വീണ്ടും എംസി അത് ഡോഗ് ചെയ്യുന്നു. അപ്പം വേറൊരു അറ്റാക്കിന് വേണ്ടി യു പ്രിപ്പയർ ചെയ്യുന്നു. വെയിറ്റ്, അത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് എംസിയും യു ആണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എംസി മനസ്സി എന്ത് സ്വിഫ്റ്റും ചെറിയ മൂവ്മെൻറ്റ്സും ആണിത്. ഒരു ഇല്യൂഷൻ പോലെ ഇവൾ ഒരു ഓപ്പണറിൻ്റെ ഗ്യാപ്പ് നോക്കിയാണ് അറ്റാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് എംസി മനസ്സിൽ പറയാം, ഈ സോഡ് തേർഡ് ക്ലാസ് ഡിസിപ്പിളിലോ സെക്കൻഡ് ക്ലാസ് ഡിസിപ്പിളിലോ കാണത്തില്ല. അപ്പോൾ ഒരു ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ എംസിനെ യു അറ്റാക്ക് ചെയ്യുന്നു. എംസിയാണ് ജസ്റ്റ് മിസ്സിലാണെങ്കിൽ അറ്റാക്ക് ഡോ ചെയ്യുന്നു. പക്ഷേ എംസിയുടെ തലമുടിയാണ് ആ സമയത്ത് കട്ടാകുന്നത്. ഭ്രാന്താണ്, എന്താ ചെയ്യുന്നത്? ഞാനിപ്പം ഡോജ് ചെയ്തില്ലായിരുന്നു മരിച്ചേനെ. നീ അത് ഉറപ്പായിട്ടും ഡോജ് ചെയ്യുമെന്ന് അറിയാം. നീ എന്തുകൊണ്ട് അത്ര കോൺഫിഡൻസ് എൻ്റെ എബിലിറ്റീസിൽ? ഞാൻ വീണ്ടും വരുന്നു എന്ന് പറഞ്ഞിട്ട് എംസിനെ അറ്റാക്ക് ചെയ്യുന്നു. അവൾ സൗദിൻ്റെ സെറ്റുമായിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ ഞാനിപ്പോൾ അവളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ വില്ലൻ. അതുകൊണ്ടാണ് ഞാൻ ബ്ലോക്ക് മാത്രം ചെയ്യുന്നത്. എംസിയാണ് അപ്പോഴും സീനിയർ യുവിൻ്റെ അടുത്ത് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ സീനിയർ യു, ഞാൻ നിൻ്റെ സീനിയറാണ്. എന്തൊരു സീനിയറാണ് അവരുടെ ജൂനിയറിനെ കൊല്ലാൻ നോക്കുന്നത്. അപ്പം നമ്മുടെ സീനിയർ യുവിനെ നോക്കിയപ്പോൾ ഇവൾക്കിതെന്ത് പറ്റി? അവളുടെ പീപ്പിൾസ് ഡയലേറ്റഡ് ആണല്ലോ. അവളിപ്പോൾ സോൾഡ്രങ്ക് ആണോ? അപ്പോൾ അത് കാരണമാണല്ലേ അവൾ എന്നെ കില്ല് ചെയ്യാൻ വരുന്ന പോലെ മൂവ് ഒക്കെ ചെയ്യുന്നത്. ഒരു സിറ്റുവേഷനിൽ അവൾ അവരുടെ സോഡ് ഭാഗത്തൊക്കെ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെയുള്ള സ്റ്റേറ്റിലുള്ള ഒരാളെ ശല്യപ്പെടുത്തുകയോ അവൾക്കിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ അവർക്ക് എലൈറ്റ്മെൻറ്റ് റീച്ച് ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ചിലപ്പോൾ QA ഡീവിയേഷനിലേക്ക് പോകുകയും ചെയ്യാം. യു ആണ് വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. അവൾ ഫാസ്റ്റാണ്, പക്ഷേ അവൾ കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നതോറും അവളുടെ ഓപ്പണിങ്സും ബിഗറായി വരുന്നു. അവളെ എനിക്ക് ഇൻഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യണം. ഇതുപോലെ. അപ്പോൾ എംസി അവൾ ഇങ്ങനൊരു ഫൈറ്റിംഗ് സിറ്റുവേഷനിൽ അവൾ എലൈറ്റ്മെൻറ്റ് റീച്ച് ചെയ്യുന്നു. ഞാൻ ഓർത്ത് ജോബിലാണ് ടാലൻറ്റഡ് എന്ന് ഓർത്തെ മോഹുവേൽ. പക്ഷേ അവനുമായിട്ട് ഇവളെ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. എന്നിട്ട് യു വീണ്ടും എംസിനെ നോക്കിയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അവൾക്ക് നല്ലപോലെ സ്പീഡുണ്ട്, പക്ഷേ അവളുടെ ആംസ് കുറച്ചുകൂടെ ഹയർ ആയിരിക്കണം. എന്നാൽ മാത്രമല്ല ഒരാളുടെ കഴുത്ത് മുറിക്കാൻ അവൾക്ക് പറ്റുള്ളൂ. വീണ്ടും ലോയർ കുറച്ചുകൂടെ ഹയർ വേണം. വീണ്ടും തെറ്റി. അത് വിലക്കി.
എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എംസി ആണെങ്കിൽ യുവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന നമ്മുടെ എൽഡസ്റ്റ് ബാക്ക് ഡിസിബിൾ കണ്ടിട്ട് അവൾ ശരിയായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് ടെമ്പററി ആണ്. അവൾ ട്രാൻസിലേക്ക് കുറച്ച് ഡീപ്പായിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ബാക്ക് ഡിസിബിൾ വളരെ ഒച്ചയ്ക്ക്, നിങ്ങൾ എന്താ ചെയ്യുന്നേ, നീ എന്താണ് ചക്ക ഇവിടെ, എംസി ചോദിക്കുന്നു. അപ്പം ബാക്ക് ഡിസിബിൾ സോഡ് ഡ്രോ ചെയ്തിട്ട് നമ്മുടെ എംസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. എടാ നായേ, എംസി ആണ് അപ്പോൾ ആണെങ്കിൽ തിരിച്ചു അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ബാക്ക് ഡിസിബിളിന്റെ ആ വാളിനെ എംസി ആണ് കാല് വെച്ച് ഒറ്റത്തൊഴി. എന്ത് എന്നിട്ട് ബാക്ക് ഡിസിബിൾ അങ്ങോട്ട് തെറിച്ചു പോകുന്നു. എംസി എന്നിട്ട് താഴെ വന്നു. എന്നിട്ട് ബാക്ക് ഡിസിബിൾ എന്താ ഇവിടെ സംഭവിച്ചേ? എന്നിട്ട് എംസി പറയുന്നു, അത് ഡേഞ്ചറസ് ആയതിനെ അവൻ സോർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ആ ശരിയാണല്ലോ, യൂസ് ചെയ്യുള്ളൂ. ഒരു മാർഷൽ ആർട്സ് എന്ന നിലയിൽ ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് മൊമെന്റിൽ ആ ബ്ലാസ്റ്റ് കാരണം അവൾ എണ്ണീറ്റ് കഴിഞ്ഞാൽ എന്നിട്ട് എംസി ആണ് യുവിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ, ഓ അവൾ എണ്ണീറ്റില്ലേ, എന്ത് ഡള്ള്, ഓ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇത് വേസ്റ്റ് ആയനെ അവൾ ഇങ്ങനെ ട്രാൻസ് ചെയ്യുന്ന എണ്ണീറ്റ് കഴിഞ്ഞാണെങ്കിൽ. അപ്പം അവിടെ നിന്ന് എണ്ണീറ്റായി ബാക്ക് ഡിസിബിൾ. എടാ നായ, നീ എന്താ ചെയ്തേ, നിനക്കറിയില്ലേ ഒരു ട്രാൻസ് മാർഷൽ ആർട്സിന് എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എംസി ഇത് ആരെയും ചോദിക്കുന്നേ, അതറിയാമെങ്കിൽ നീ എന്തിനാ എന്നെ അറ്റാക്ക് ചെയ്തേ? എനിക്ക് നിന്നെ എന്തായാലും ഇഷ്ടമല്ല, പക്ഷേ ഇങ്ങനെ അവസ്ഥയിൽ നീ സീനിയർ യുവിനെ അറ്റാക്ക് ചെയ്തു. ഞാൻ അവളെ അറ്റാക്ക് ഒന്നും ചെയ്യില്ല, അവളെ ഹെൽപ്പ് ചെയ്തേ. എൻ്റെ എംസി മനസ്സ് പറഞ്ഞു, ഇതൊക്കെ അറിയാവുന്ന നീ എന്തിനാണ് എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നത്? അത് ഇതൊക്കെ കാരണം ഇവളിപ്പം ഹർട്ടായെങ്കിൽ എന്ത് ചെയ്യുന്നേ? അത് നീ ഇപ്പോൾ അത് കൗണ്ടർ അറ്റാക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ, ഇല്ലായിരുന്നെങ്കിൽ ഞാനപ്പം മരിച്ചേനെ. അപ്പോൾ ഒരു രണ്ടുപേർക്കൊന്നും പറയാനില്ല, ഒരു സൈലന്റ്. ഈ എല്ലാ സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിനും ഇതുപോലെ ഭ്രാന്തന്മാരാണ്. സാധാരണയായിട്ട് കുറച്ച് പേരെ ഇങ്ങനെ കാണുള്ളൂ. പിന്നെ ഞാനിപ്പോൾ നിന്നെ കൊല്ലാൻ പോകുന്നു. നിന്റെ ആ ബ്ലഡ് ടെസ്റ്റും പിന്നെ സോഡ്ക്കുകയും അതൊക്കെ കൊല്ലാനല്ലായിരുന്നു എന്ന്. അത് ഇപ്പം വേഗമാണ് മനസ്സിൽ. അവൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ സോഡ്ക്കുകയോ യൂസ് ചെയ്തു. പക്ഷേ അത്രയൊക്കെ ചെയ്തിട്ട് അവന് ചെറിയൊരു പരിക്ക് പോലും ഇല്ലല്ലോ. എന്നിട്ട് ഡിസിപ്ലിൻ പറയുക, നീ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ സോഡ് നീ താഴെ വെക്കുക. നീ അത് കേട്ടില്ലെങ്കിൽ ഒരു മാർഷൽ ആർട്സ് എന്ന നിലയിൽ നീയായിട്ട് ഞാൻ ഇപ്പോൾ ഫൈറ്റ് ചെയ്യും. ഓ ശരിയും, വളരെ നന്ദിയുണ്ട് നീ അങ്ങനെ ചെയ്താൽ എന്ന് മനസ്സിൽ പറയുന്നു. എന്നിട്ട് യുവിനെ നോക്കിയിട്ട്, ഞാനിപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്തെങ്കിൽ ആ റിസൾട്ട് വളരെ നല്ലതായിരിക്കും. ഇങ്ങനത്തെ ഒരു അവസരം ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ല. അങ്ങനെ ഒരു അവസരം അവൾ എന്നെ കണ്ടുപിട്ടിയത് വളരെ ലക്കിയാണ്. അതിനൊപ്പമായിട്ട് ഈ ചെറുക്കൻ ഇപ്പോൾ ഇവിടെ വന്നു. എന്താ എംസി ചോദിക്കണം, നിനക്ക് കുഴപ്പമൊന്നും വരില്ലല്ലോ? പിന്നെ എനിക്ക് കുഴപ്പം ചേക്ക, അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ചതല്ല. നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ശരിക്കും ഞാൻ വിഷമിക്കുക. നമ്മൾ സീനിയറും ജൂനിയറും, അപ്പോൾ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് നിന്റെ റെപ്യൂട്ടേഷൻ തകർത്തേക്കാം. നിനക്ക് ഈ സിറ്റുവേഷൻ അതാണ് പ്രശ്നം. നിനക്ക് തെറ്റുപറ്റി. എൻ്റെ സീനിയേഴ്സിനോ എൽഡേഴ്സിനോ നിന്നെ ഈ മലയിൽ നിന്നെ രക്ഷിക്കാമെന്ന്. ഞാൻ എന്തായാലും എൻ്റെ പണിഷ്മെൻറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് മേടിച്ചോളാം. ഓ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ബെറ്റർ ഐഡിയ ഉണ്ട്. നീ എപ്പോൾ എന്താ ഇങ്ങനെ സ്കീം ചെയ്യുന്നത്? വേറെ ഒന്നുമില്ല, നമുക്ക് രണ്ടുപേർക്കും ഒരു പ്രതിജ്ഞ എടുക്കാം. നമ്മൾ ഈ കാര്യം വേറെ ആരോടും പറയില്ല എന്ന്. എന്ത്? നീ എന്നെ ബെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ കാര്യം വേറെ ആരുടെ അടുത്തും പറയില്ല. ഇവൻ്റെ പ്ലാൻ എന്താണ്? എന്നിട്ട് ബേക്ക് പറയുകയാണ്, നീ ഈ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുവാണല്ലേ? എംസി പറയുന്നത് അതൊന്നും അല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ സീനിയേഴ്സിനോ ജൂനിയേഴ്സിനോ ഒന്നും നോക്കാതെ ഫെയർ ആയിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന്. പിന്നെ ഒരു പാകിയും പാടില്ല. അപ്പം നമുക്ക് രണ്ടുപേർക്കും ബെനിഫിറ്റ് ഇല്ലത്. പിന്നിപ്പോൾ വേറെ ആരുടെ അടുത്തും പറഞ്ഞു കഴിഞ്ഞാൽ നീ പറയുന്നത് എന്താണ് ഞാൻ അത് ഫ്യൂച്ചറിൽ ചെയ്യും. പക്ഷേ അത് നിനക്കും ബാധകമാണ്. എന്ത് പറയുന്നു? ശരി, നിനക്കതാ വേണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അപ്പം എംസി, ഓ അപ്പം നീ പ്രതിജ്ഞ എടുത്തു, അതുപോലെ തന്നെ നീയും. അതെ അതെ അതെ, ഞാൻ അപ്പം ബാഗ് പറയുന്നു, ഈ സ്പാറിങ്ങിൽ ഞാൻ നിന്റെ സീനിയർ അല്ല, നീ എൻ്റെ ജൂനിയർ അല്ല. ഇതുവഴി നമ്മൾ തമ്മിലുള്ള എല്ലാ പ്രശ്നവും തീരും. എന്നിട്ട് എംസി പറയുന്നു, സ്പാറിങ്ങോ? തമാശ പറയാതെ. ബാഗ്, എന്ത്? എന്നോട് ആര് പറഞ്ഞു നമ്മൾ സ്പാർ ചെയ്യാൻ പോവാൻ? നീ മരിച്ചടാ എടാ നായേ.